ശരിക്കും NMC ഗൈഡ് ലൈൻസ് വെച്ചിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആക്ച്വലി നമ്മൾ റെഫർ ചെയ്യണം ഓൺലൈനിൽ. ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. നമുക്കത് പ്രത്യക്ഷത്തിൽ പലപ്പോഴും തെറ്റാണെന്ന് തോന്നത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഫോളോവേഴ്സിനെ അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്ത് നമ്മുടെ റീച്ച് കൂട്ടുന്നത് സംഭവം എന്ന് വെച്ചാൽ നമ്മൾ പെയ്ഡ് ഫോളോവേഴ്സിനെ കൊണ്ടുവരിക, അത്തരം ആക്ടിവിറ്റീസ് NMC ഗൈഡ് ലൈൻസിൻ്റെ വയലേഷനാണ്. പേഷ്യൻറ്റിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഡേറ്റ ഷെയർ ചെയ്യുന്നത്, അതായത് ഞാൻ ഇത്ര പേഷ്യൻ്റ് ഇന്ന ഏജിലുള്ള ഇത്ര പേഷ്യൻസിനെ, അതായത് അപ്രൂവ്ഡ് ക്ലിനിക്കൽ പേപ്പേഴ്സിനല്ലാതെ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഞാൻ 100 പേഷ്യൻസിനെ ഞാൻ ചെയ്തു, ഇന്ന സർജറി ചെയ്തു, സക്സസ്ഫുള്ളായിട്ട് സർജറി ചെയ്തു, അത്തരം ക്ലെയിമുകൾ ആക്ച്വലി NMC ഗൈഡ് ലൈൻസിൻ്റെ വയലേഷനാണ്. മൂന്നാമത്തെ ഒരു ഗൈഡ് ലൈൻസിൻ്റെ വയലേഷൻ വരുന്നത് അൺനെസസറി ആയിട്ട് നമ്മൾ കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ക്ലെയിം നടത്തുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബെസ്റ്റ് സർജൻ, അല്ലെങ്കിൽ നമ്പർ 1 ട്രീറ്റ്മെൻറ്റ്, മോസ്റ്റ് അഡ്വാൻസ്ഡ് ട്രീറ്റ്മെൻറ്റ് സിറ്റി, ഇത്തരം ക്ലെയിമുകൾ NMC ഗൈഡ് ലൈൻസ്. ശരിക്കും NMC ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത് ശരിക്കും നമുക്ക് 2-3 ദിവസം ഇരുന്നിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് മനസ്സിലാക്കി ചെയ്യേണ്ട അത്രയും സീരിയസ്നെസ് ഡിസർവ് ചെയ്യുന്നൊരു ടോപ്പിക്കാണ് ശരിക്കും NMC ഗൈഡ് ലൈൻസ് ഇൻ ഓൺലൈൻ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ബ്രാൻഡിംഗ് എന്ന് പറയുന്നത്.